Asusന്റെ TUF ഗെയിമിംഗ് സീരീസിലെ FA506I എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു ലാപ്ടോപ്പ് നോക്കുന്ന ആളാണ് അല്ലെങ്കിൽ ലാപ്പിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മൾ ഇത് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് സ്പെക്ക് വായിക്കുന്നതിലുപരി ഇതിന്റെ എല്ലാ ആസ്പെക്ട്സ് നോക്കും. അതായത് ഇത് ഗെയിമിങ്ങിന് നല്ലതാണോ, അതുപോലെ തന്നെ മറ്റു ഗ്രാഫിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾക്ക് പറ്റുമോ, പിന്നീട് പ്രോഗ്രാമിംഗ് ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുമോ എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യും. ഞാൻ എന്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് വാങ്ങിയ ലാപ്പാണ്. അപ്പൊ എന്റെ എല്ലാ ആവശ്യങ്ങളും വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഈ ഒരു ബജറ്റ് റേഞ്ചിൽ എനിക്ക് നല്ലൊരു ലാപ്പായി തോന്നിയത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് നേരെ പിടി കിട്ടും ഗൈസ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഗെയിമിംഗ് ലാപ്പിന്റെ ബോക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റ സ്നാപ്പിൽ അതിനുള്ള പ്രൊഡക്ട്സ് പുറത്തോട്ട് കൊണ്ടുവരാം. മറ്റേത് ഓരോന്നോരോന്ന് എടുത്ത് കാണിക്കുമ്പോൾ ഒരുപാട് സമയം വേസ്റ്റ് ആവും. അപ്പോൾ ആദ്യമായി തന്നെ 150 വാട്ടിൻ്റെ ഒരു പവർ ബ്രിക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രിക്ക് സോക്കറ്റിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വയർ വരുന്നുണ്ട്. പിന്നീട് 1-2 യൂസർ മാനുവലും മറ്റു ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള 2 ബുക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രധാന താരമായിട്ടുള്ള നമ്മുടെ ലാപ്ടോപ്പും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബൂട്ടിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം. എത്രമാത്രം സമയമാണ് ബൂട്ടിങ്ങിന് എടുക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഓൺ ബോക്സിൽ Windows 10 ആയിട്ടാണ് ലഭിക്കുക. പക്ഷേ എനിക്ക് പിന്നീട് അപ്ഡേറ്റ് കിട്ടിയിട്ട് Windows 11 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ബൂട്ടായി വന്നു. ഇനി ജസ്റ്റ് പാസ്വേഡ് അടിച്ചിട്ട് നമുക്ക് നേരെ ഹോം സ്ക്രീനിലോട്ട് എത്താം. അപ്പോൾ ബൂട്ടിംഗ് ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ്. നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ബൂട്ടിങ് ലഭിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നീടുള്ള കാര്യങ്ങൾ നമുക്ക് ഇത് ചെക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത് AMDയുടെ Ryzen 7 4800H പ്രൊസസ്സറാണ് വരുന്നത്. പിന്നീട് മെമ്മറി നോക്കുകയാണെങ്കിൽ 8 GB DDR4 റാമാണ് വരുന്നത്. അത് നമുക്ക് 32 GB വരെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട്. അതായത് ഇതിൽ നമുക്ക് 2 സ്ലോട്ട് വരുന്നുണ്ട് റാമിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് 32 GB വരെ എക്സ്പാൻഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നീട് ഇതിൻ്റെ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വേരിയൻസ് അവൈലബിൾ ആണ്. എൻ്റെ കയ്യിലുള്ളത് 1 TB ഹാർഡ് ഡിസ്ക്കും അതുപോലെ തന്നെ 256 GB SSDയും വരുന്ന വേരിയൻ്റ് ആണ്. ഇത് പല കോമ്പിനേഷനിൽ നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് നമ്മൾ ഇതിൻ്റെ ഗ്രാഫിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ NVIDIAയുടെ GeForce GTX 1650 എന്ന് പറഞ്ഞിട്ടുള്ള 4 GB ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 15.6 ഇഞ്ചാണ്. അതായത് 16:9 റേഷ്യോയിലാണ് വരുന്നത്. ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നീട് 144 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പാനൽ ആൻറ്റി ഗ്ലെയർ IPS ലെവൽ പാനലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ 45% NTSCയും അതുപോലെ തന്നെ അഡാപ്റ്റീവ് സിങ്ക് ടെക്നോളജിയും ഉണ്ട്. ഇതിൻ്റെ ഓപ്പറേറ്റീവ് സിസ്റ്റം വരുന്നത് Windows 10 ഹോം 64 ബിറ്റ് ആണ്. അത് നമുക്ക് ലൈഫ് ടൈം വാലിഡിറ്റിയോട് കൂടി കിട്ടുന്നുണ്ട്. പിന്നീട് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം, ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം വരുന്നത് ഡുവൽ ഫാൻ ഡിസൈൻ ആണ്. അതായത് സെൽഫ് ക്ലീനിങ് ആണ്. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സെൽഫായിട്ട് ഇത് പൊടിയും മറ്റൊക്കെ ക്ലീൻ ചെയ്യും. ഓഡിയോയുടെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ DTS:X അൾട്രാ ടെക്നോളജിയാണ് വരുന്നത്. 1.8x ലൗഡർ വോളിയം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2.7x ഡീപ്പർ ബാസ് എന്നും പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇതിൻ്റെ പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ 3.5mm ഒരു ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ Type A USB 2.0 ഒരു പോർട്ട് വരുന്നുണ്ട്. Type A USB 3.2 2 പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ Type C USB 3.2 ഒരു പോർട്ട് വരുന്നുണ്ട്. അത് നമ്മൾ ഡിസ്പ്ലേ സപ്പോർട്ടോട് കൂടിയിട്ടാണ് വരുന്നത്. പിന്നീട് ഇതിൽ LAN കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ട് വരുന്നുണ്ട്. പിന്നീട് HDMI ഒരു പോർട്ട് കൂടി ഇതിൽ അവൈലബിൾ ആണ്. ഇതിലെ കീബോർഡ് വരുന്നത് RGB ബാക്ക് ലൈറ്റിംഗ് കീബോർഡാണ്. പിന്നീട് Wi-Fi 5 സപ്പോർട്ട് ഉണ്ട്. Bluetooth 5.0 സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ 720p റെസൊല്യൂഷനിൽ ഒരു വെബ് ക്യാം കൂടി അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓരോ ടെസ്റ്റിലോട്ട് കിടക്കാം. ആദ്യമായി തന്നെ നമ്മൾ ആപ്പ് ലോഡ് ചെയ്യാൻ എടുക്കുന്ന സമയം ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ ഓരോ ആപ്പും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടില്ല. ഇനി നമ്മൾ ഓരോ ആപ്പുകളായിട്ട് ഓപ്പൺ ചെയ്യും. നമുക്ക് ആദ്യം Adobe After Effects തന്നെ തുടങ്ങാം. എത്ര ടൈം കൊണ്ട് ഇത് ഓപ്പൺ ആവും എന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ അത് ഓപ്പൺ ചെയ്തിട്ടുകൊണ്ട് തന്നെ നമ്മൾ മറ്റു ആപ്പുകൾ ഓപ്പൺ ചെയ്യും. അപ്പോൾ നമുക്ക് മൾട്ടി ടാസ്കിങ് ഇങ്ങനെ എത്രമാത്രം ഫ്ലുവൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമെന്ന് നമുക്ക് കാണാം. പിന്നീട് മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ടർബോ മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് അവൈലബിൾ ആണ്. അതായത് നമ്മൾ ചാർജ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ടർബോ മോഡിൽ ഇട്ടാൽ ഒന്നും കൂടി പെർഫോമൻസ് ബൂസ്റ്റായി കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ കേപ്പബിലിറ്റി കൂടി ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ടർബോ അല്ലാത്തത് ഇടത്തെ ഭാഗത്തും ടർബോ ആയിട്ടുള്ളത് വലത്തെ ഭാഗത്തുമായിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ ഓരോ ആപ്പ് ഓപ്പൺ ചെയ്യാൻ എത്രമാത്രം ടൈം എടുക്കുന്നുണ്ട്, രണ്ടിലും എത്ര ടൈം എടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഒരേ സമയം തന്നെ വീഡിയോയുടെ 2 വശങ്ങളിലായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യുന്നത് വളരെ എളുപ്പമായിരിക്കും. നമ്മളപ്പം ആഫ്റ്റർ എഫക്ട്സിൽ തന്നെ തുടങ്ങാൻ പോവാണ്. ആഫ്റ്റർ എഫക്ട്സ് എൻ്റർ കൊടുത്തു. ഞാൻ ടൈം ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിടുന്നൊന്നുമില്ല. കറക്റ്റ് എത്ര സമയം എടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു സ്കിപ്പിംഗ് ഒന്നും വരുത്താതെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇത്ര എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.
എക്സാക്ട്ലി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇത് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ ഒരു സ്കിപ്പിംഗ് ഒന്നും എടുത്തിട്ടില്ല, കാരണം കറക്റ്റ് എത്ര സമയം എടുക്കുമെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഇതിൽ രണ്ട് ഭാഗത്തും ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടാകും. അതായത് ആഫ്റ്റർ എഫക്ട്സിൽ ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമുക്കൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരുവിധം എല്ലാ ലാപ്പുകളിലും ഇത് ലാഗ് ആകും. കാരണം അത്രയും നല്ല ഹാർഡ്വെയർ ഉള്ള ലാപ്പുകളിൽ മാത്രമേ നമുക്ക് ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ടൊക്കെ വീഡിയോ പ്ലേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ക്വാളിറ്റി ഒന്ന് കുറച്ച് നോക്കാം. വീഡിയോ ക്വാളിറ്റി കുറച്ചാൽ നമുക്ക് പ്ലേ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഇത് ഫുൾ റെസൊല്യൂഷനാണ് ഇട്ടിരിക്കുന്നത്. അതൊരു തേർഡ് ഹാഫൊക്കെ ആക്കിയാൽ നമുക്ക് വീഡിയോ ഹാങ് ഇല്ലാതെ പ്ലേ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ലോഡിംഗ് ടൈം വരുന്നത്. ഇനി നമുക്ക് ഇത് ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് തന്നെ മറ്റു ആപ്പുകളായിട്ടുള്ള പ്രീമിയർ പ്രോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കാം. പ്രീമിയർ പ്രോ കുറച്ചുകൂടി ലൈറ്റ് ആയതുകൊണ്ട് ആഫ്റ്റർ എഫക്ട്സ് ലോഡ് ആവുന്നതിനേക്കാൾ കുറച്ചുകൂടി പെട്ടെന്ന് ലോഡാവും. അതുപോലെ തന്നെ ആഫ്റ്റർ എഫക്ട്സിൻ്റെ അത്ര ലോഡ് കമ്പ്യൂട്ടറിന് ആവശ്യം വരില്ല. പ്രീമിയർ പ്രോ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ. ഇനി നമുക്കിതൊന്ന് മിനിമൈസ് ചെയ്തിട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാം. അതായത് പ്രോഗ്രാമിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആണല്ലോ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഗെയിമിങ്ങിലോട്ട് കിടക്കാം. ടഫ് ഗെയിമിംഗ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ ഗെയിമിംഗ് എത്രമാത്രം നമുക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുമെന്ന് നോക്കാം. അതുപോലെ തന്നെ പറയാനുള്ള മറ്റു കാര്യം, ഞാനിത് ടർബോ മോഡിലാണ് ഇട്ടിട്ടുള്ളത്. ടർബോ മോഡിൽ ഇട്ടാൽ നമുക്കറിയാം പെർഫോമൻസ് കുറച്ചുകൂടി കൂടും. നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്നറിയില്ല, ആ ഫാൻ കറങ്ങുന്ന സൗണ്ട് നമുക്ക് പുറത്തോട്ട് കേൾക്കാൻ സാധിക്കും. ഞാൻ കുറച്ച് നേരം ഒന്നും ഉണ്ടാതിരിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ആ ഫാനിൻ്റെ സൗണ്ട് കേൾക്കുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഫാൻ കറങ്ങുന്ന സൗണ്ട് നമുക്ക് പുറത്തോട്ട് കേൾക്കാം. അത് ടർബോ മോഡിൽ ഇട്ടാൽ മാത്രമാണ് അങ്ങനെ സംഭവിക്കുക. അപ്പോൾ നമുക്ക് ഗെയിം പ്ലേയിലോട്ട് കിടക്കാം. അതിന് മുമ്പ് നമുക്ക് സെറ്റിങ്സിലോട്ട് പോയിട്ട് എല്ലാം മാക്സ് ആക്കി വെക്കാം. അതായത് ഗ്രാഫിക്സ് ഒക്കെ മാക്സ് ആക്കി വെച്ചിട്ട് കളിക്കാം. ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഫാനിൻ്റെ സൗണ്ട് കുറച്ചുകൂടി നല്ല രീതിയിലായിട്ടുണ്ട്. നല്ല സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. നമുക്ക് ആദ്യമായിട്ടൊരു വണ്ടി എടുക്കാം. ആ വണ്ടി നമുക്ക് നിർത്താതെ പോയി. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളിത് കൊണ്ടുപോയിട്ട് നല്ല സ്പീഡിൽ പോയിട്ട് ഇടിക്കാൻ പോകണം. അപ്പോൾ എന്തെങ്കിലും ഗ്രാഫിക്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം കാണാം.
അതായത് ലാഗോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ആ നല്ല സ്പീഡിൽ പോയിട്ട് പെട്ടെന്ന് വെട്ടിക്കുക ഇടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇപ്പോൾ ഇടിച്ച തിരിഞ്ഞ സമയത്തൊന്നും ഒരു ലാഗും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ തന്നെ കളിക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. നമ്മളിതുപോലത്തെ ഒരുപാട് കണ്ടന്റ്സ് നമ്മുടെ ചാനലിൽ ഇടാറുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഇതുപോലത്തെ വീഡിയോസ് വരാൻ സാധിക്കും. ഈ ലാപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ലാപ്പ് എടുക്കുന്നുണ്ടോ, ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ, അതുപോലെ തന്നെ നിങ്ങളെ ഉപയോഗങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.